ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കുറച്ചൊരു കാം മൈൻഡിലിരുന്നിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഓം ശരവണഭവായ നമഃ. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്നാണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു. പയൽ നമ്പർ 1. താങ്ക് യു. പയൽ നമ്പർ 1. നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് എനിക്ക് ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല, കാമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. എന്താണ് ശരി, എന്താണ് തെറ്റ്? ഓക്കെ, അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ റൂട്ട് ചക്ര ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ട് ഫ്ലൂറൈറ്റ്, ഫൈൻഡ് പീസ് വിത്തിൻ. റോഡോക്രോസൈറ്റ്, റിമെമ്പർ യുവർ വർത്ത്. കുറച്ച് പേർക്ക് ഇവിടെ എഗെയിൻ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനത്തിൻ്റെ കുറവ്, ചിലപ്പോൾ വർത്ത് ഇഷ്യൂസ് ആയിരിക്കാം. എന്നെക്കൊണ്ട് കഴിവില്ല, പൊട്ടൻഷ്യൽ ഇല്ല, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റാണോ, ആ ഒരു എനർജി കുറച്ച് പേരെ അലട്ടുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയുന്നത് റിമെമ്പർ യുവർ വർത്ത്. നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേര് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരു ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കാമാക്കി നിർത്താനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഫ്ലൂറൈറ്റ് വന്നിട്ട് ഫൈൻഡ് പീസ് വിത്തിൻ. കുറച്ച് പേരെനിക്ക് നിങ്ങളുടെ ഉള്ളിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എഫർമേഷൻസ്, മ്യൂസിക് ഹീലിംഗ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിലെ സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, എവിടെയൊക്കെയാണോ റോങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് കുറച്ച് പേര് സ്റ്റാൻഡ് എടുക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരുടെ മനസ്സമാധാനം, ഉള്ളിലെ ആ ഒരു ഇന്നർ പീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. പയൽ നമ്പർ 1. താങ്ക് യു. ലവേഴ്സ്. Four of Wands. അഗെയിൻ ആ ഒരു സ്റ്റെബിലിറ്റിയുടെ കുറവാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു 4 of Wandsൻ്റെ എനർജിയിൽ വന്നിട്ട്. ഇവിടെ രണ്ടിലും നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്, ലവ് റിലേഷൻഷിപ്പിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള എനർജി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഫയർ, ഒത്തിരി പാഷൻ ഉള്ളതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രോങ് എനർജിയിൽ നിൽക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഒരു ബ്ലാക്ക് ഷീപ്പിൻ്റെ എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വ്യത്യസ്തമായിട്ട് നിൽക്കുക എന്ന് പറയില്ല, യുണീക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ചിലപ്പോൾ അതായിരിക്കാം നിങ്ങളെ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഡൗട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആകാംക്ഷ, ഒരു എന്തൂസിയാസം ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടാകാം കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇവിടെ മജിഷ്യൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നേക്കുന്നത്. മജിഷ്യൻ്റെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എഗെയിൻ ഇവിടെ വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ ഒരു തിങ്കിങ് പ്രോസസ്സ്, ഒരു ഇൻ ആൻഡ് യാങ്ങിൻ്റെ ബാലൻസിൻ്റെ കുറവ്, മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിയുടെ ബാലൻസിൻ്റെ കുറവ് ചിലപ്പോൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
ഓക്കെ, ഈ ഒരു ദിവസം ഈ ഒരു ഏസ് ഓഫ് സോഡ്സിൽ വന്നിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഗിവ് അപ്പ് ചെയ്യാത്ത എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വന്നിട്ട് ഈ ഒരു ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ട് പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ആയിരിക്കാം, മെൻ്റലി നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങൾ, അത് കുറച്ചൊന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഫോർഗീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ബാലൻസ് നിലനിർത്താനായിട്ട് ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ സ്പേസ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ ഒത്തിരി പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേര് ഇന്നത്തെ ദിവസം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകാം. അപ്പോൾ എനർജി കൺസേർവ് ചെയ്യേണ്ട ഒരു ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് എനർജി കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, അവിടെ ഈ ഒരു എനർജി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഓവർ വർക്ക് ചെയ്യും, പിന്നെ നമ്മളുടെ ബോഡി ടയേർഡായി പോകും. അപ്പോൾ ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ കൊടുക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫാമിലി, ഹോം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് എല്ലാം കുറച്ചൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കുള്ള എഫർമേഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു സമയത്തെ. താങ്ക് യു. എഫർമേഷൻ എന്താണ്? പായൽ നമ്പർ 1ൻ്റെ താങ്ക് യു. പായൽ നമ്പർ 1 എഫർമേഷൻ. ഓക്കെ, കണ്ടോ, ടുഡേ ഐ ആം എനർജറ്റിക്, ടുഡേ ഐ ആം ഫിൽഡ് വിത്ത് ആൻ ഇൻക്രെഡിബിൾ എനർജി ആൻഡ് എന്തൂസിയാസം ടു ഫേസ് ദിസ് ബ്യൂട്ടിഫുൾ ഡേ. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ എനർജി ലെവല് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ലൈഫിനെ പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടി കാണാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ആരെങ്കിലും ഇന്ന് നിങ്ങളുടെ സഹായം ചോദിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ എനർജി ഫുള്ളായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നൽകുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ കൂടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കമ്പാഷൻ്റെ എനർജി ഉള്ളതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി സ്നേഹം, കാരുണ്യം, ആ ഒരു എനർജി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. കുറച്ചൊന്ന് മെൻ്റൽ റെസ്റ്റ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഫിസിക്കലി കുറച്ചൊന്ന് റെസ്റ്റ് ആൻഡ് റിപ്പയർ കൂടെ പോകാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി, ആ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയിൽ നിർത്താനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്നാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പായൽ നമ്പർ 2. ഇന്ന് നിങ്ങളോട് മെയിനായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളെ ഇന്നത്തെ ദിവസം പല സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ട് അപ്പറ്റൈറ്റ് ആണ്. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഓക്കെ, ഇത് ഞാൻ എടുക്കുന്നില്ല. കുറച്ച് പേരോട് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നമുക്ക് നോക്കാം. പായൽ നമ്പർ 2. ഹെമറ്റൈറ്റ്, ഗ്രൗണ്ട് യുവർ സെൽഫ്. ബാക്കിൽ വന്നിട്ട് മൂൺ സ്റ്റോൺ ആണ്. ലിവ് യുവർ പർപ്പസ്. ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പർപ്പസ് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു ഉദ്ദേശമാണുള്ളത്, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് നേടേണ്ടത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡ്രീംസ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻറ്റൻഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു പർപ്പസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതായത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇതുകൊണ്ടിട്ട് മറ്റുള്ളവർക്കും യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ്. അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നതാണ്.
ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഇന്ന് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അയണിൻ്റെ കുറവ്, എന്തെങ്കിലും വിറ്റാമിൻസിൻ്റെ കുറവായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. കറക്റ്റായിട്ടുള്ള മെഡിക്കേഷൻ ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അത് നിങ്ങളെ ഇന്ന് കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള അഡ്വൈസ് എടുക്കാനായിട്ട്, ഹെൽപ്പ് നേടാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേര് ഇന്നത്തെ ദിവസം ഒത്തിരി ഗ്രേറ്റ്ഫുൾ എനർജിയിലിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ നോക്കാം. Pile number 2. Emperor. സ്ട്രോങ് എനർജിയിലിരിക്കുന്നതാണ്, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജി. അതായത് ഈ ഒരു എംപററിനറിയാം, ഞാൻ പവർഫുള്ളാണ്, ഞാൻ സ്ട്രോങ് ആണ്, എൻ്റെ ഉള്ളിൽ ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഡ്രീംസും എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. 9 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പ്രോബ്ലം വന്നിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഈ ഒരു 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങൾക്ക് ചുറ്റും കറക്റ്റായിട്ടുള്ള ആ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത പ്രോബ്ലം ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഓവർ ഷെയറിങ് ചെയ്യുന്നുണ്ടാകാം, കാര്യങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്കൊരു ഹെൽത്തി ബൗണ്ടറി ഇല്ലാത്ത പോലെ കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജി ഇന്നത്തെ ദിവസം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. കണ്ടോ, 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. നിങ്ങളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് എന്താണോ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഈ ഒരു 9 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ട് കാട് കയറി ചിന്തിക്കുന്ന എനർജിയാണ്. ചിലപ്പോൾ അങ്ങനെ ശരിക്കും സംഭവിക്കുന്നുണ്ടാകില്ല, പക്ഷെ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടാകാം. ഇതുപോലെ സംഭവിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്നെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമോ, ആ ഒരു ഫിയർ കുറച്ച് പേരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. എംപററിൽ വന്നിട്ട് എഗെയിൻ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ എനർജിയിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട്, എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. ഒൺലി തിങ് ഈ ഒരു കൺഫ്യൂഷൻ, പാസ്റ്റിലെ എനർജീസ്, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺസ് കറക്റ്റ് അല്ലാത്തതും നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അതൊന്ന് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് മണി ഫിനാൻസും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള എഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയത്തോട്ടുള്ള പൈൽ നമ്പർ 2യുടെ എഫർമേഷൻ എന്താണ്? താങ്ക് യു. Today I am brave. Today I will step up to every challenge with courage. ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെങ്ത് ആവശ്യമുള്ള സിറ്റുവേഷനാണ്. ചിലപ്പോൾ ഒത്തിരി ചാലഞ്ചസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം, പക്ഷെ നിങ്ങൾ അതിനെല്ലാം ബ്രേവായിട്ട് ഫേസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒൺലി തിങ് നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് മറ്റുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കമൻസ് പെട്ടെന്ന് അപ്സെറ്റ് ആക്കുന്നുണ്ടാകാം. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ആ ഒരു എനർജി കൊടുക്കാതിരിക്കുക, നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഫീൽ ചെയ്യണം. ഓക്കെ, അതിലെല്ലാം കുറച്ചൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സിൻ്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളുടെയും ആ ഒരു ബിഗ് പിക്ചർ മനസ്സിലാക്കുന്നത്, ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ നമ്മൾ ഉയർന്ന് പറക്കണ സമയത്ത് ആ ഒരു പൂർണ്ണരൂപം മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് മാറുന്നതാണ്. അപ്പോൾ ബിഗ് പിക്ചർ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എത്രത്തോളം നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നു, നന്ദിയോടുകൂടി നിങ്ങളുടെ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് ഈശ്വരനോട് നന്ദി പറയുക, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞിരിക്കുക. ആ ഒരു എനർജി നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്, നിങ്ങളെ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ടുഡേ ഐ ആം ബ്രേവ്.
എനിക്ക് ഉള്ളിൽ ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്, ഞാൻ കറേജസ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു അഫർമേഷനാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേറെ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. അപ്പോൾ അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.